അന്തുമാ താലിഖാനി സലാസൻ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ ഓരോരുത്തർക്കും 2 എന്നേ ഉറപ്പിക്കാൻ പറ്റും. ഉറപ്പുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും 3 എന്ന് പറയാൻ പറ്റില്ല. അന്തുമാ നിങ്ങൾ 2 പേരും താലിഖാനി സലാസൻ 3 തലാഖ് ഉള്ളവരാകുന്നു. നിങ്ങൾ 2 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാഹിറ് ശക്ക് വരാത്ത രൂപത്തിൽ എടുക്കണം. എന്താ ഓരോരുത്തർക്കും 3 എന്നുള്ള അർത്ഥം നെസ്സായി കിട്ടൂല. നെസ് കിട്ടിയതേ എടുക്കാൻ പറ്റുള്ളൂ. എന്താ 2 ആൾക്കും കൂടി മൊത്തം 3 തലാഖ്, ഒരാൾക്ക് 2. 3 ആണ് എന്ന് ആരോ പറഞ്ഞില്ലേ? അത് മാത്രം മർദൂദല്ലേ? അന്തുമാ താലിഖാനി സലാസൻ എന്ന് പറയുമ്പോഴൊക്കെ ഇടുന്ന 3 ആകൽ നിങ്ങളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കും 3 എന്ന് നസാക്കിനെങ്കിലല്ലേ എന്താവും? അപ്പൊ അവിടെ തൗസിയാണ് നടത്തുന്നത്. അതിനെ ശക്തിപ്പെടുത്തുന്നു. ഖൗലുഹു അബൂ സുർഅ ഇമാമിന്റെ ഖൗലി ഫീമൻ ഹലഫ സത്യം ചെയ്ത ആളുടെ കാര്യത്തിൽ. എന്താ സത്യം ചെയ്ത് പറഞ്ഞത്? അന്നമ്രഅതഹു ലൈസത് ബിമിസ്ര, അവന്റെ ഭാര്യ ഈജിപ്തിലില്ലേ ഇല്ല. അത് കണത്തിലാണാവോ ഇല്ലേ? വഹിയ ബിൽ ഖാഹിറ, ഏത് സ്ഥിതി? വഹിയ ബിൽ ഖാഹിറ. ഖാഹിറ എന്ന് പറഞ്ഞാൽ ഓൾഡൻ ഈജിപ്താണ്. ന്യൂ ഈജിപ്ത് ഖാഹിറ അല്ല. മിസ്റുൽ ഖദീമ കൈറോ. കൈറോയിൽ പെണ്ണിനെ നിർത്തിക്കൊണ്ടാ പറയും എൻ്റെ ഭാര്യ ഈജിപ്തിലില്ല. അതിനെപ്പറ്റി അബൂ സുറ പറഞ്ഞ ഖൗലെന്താ? മിസ്ര തുത്ലഖു അലാ കുല്ലിൽ ബലദിൽ മഅറൂഫ. ഈജിപ്ത് എന്ന പ്രയോഗം ഖൗലുഹുന്റെ മഖൂലാണ്. തുത്ലഖു ഈജിപ്ത് എന്ന പ്രയോഗം പറയാൻ പറ്റും. തുത്ലഖു യുത്ലഖു എന്നുണ്ട്. അലാ കുല്ലിൽ ബലദ്, എല്ലാ നാടും എന്നല്ല, നാട്ടിലുള്ള എല്ലാ പഞ്ചായത്തുകളെ പറ്റിയും ഇത് പറയാം. കുല്ലുൽ ബലദ് എല്ലാ നാടുക, എല്ലാ നാടും. അൽ മഅറൂഫ, അന്ന് ഷാരീന്റെ കാലത്ത് അറിയപ്പെട്ട നാട്ടിന്റെ എല്ലാ മുക്കുമൂലയെ പറ്റിയും എന്തുപയോഗിക്കാറുണ്ട്? ഈ ഈജിപ്ത് എന്ന വാക്ക് ഉപയോഗിക്കലുണ്ട്. വലൈസത്തിൽ ഖാഹിറത്തു മിൻഹ, വലൈസത്തിൽ ഖാഹിറ മിൻഹ. എന്താണ് ഖാഹിറത്ത് എന്നത്? ഈ അർത്ഥപ്രകാരം എന്തിൽ പെടൂല? പെടൂല. ഇഖ്ലീമിനൊന്നായിട്ട് ഈജിപ്ത് നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വഹിയ മിൻഹു, ഈജിപ്തിൽ ഫൈലം യുരിദ് ചെയ്യാൻ അന്നമ്രാത്തഹു ലൈസത്ത് ബിമിസ്ര എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ അർത്ഥമാണോ രണ്ടാമത്തെ അർത്ഥമാണോ മുറാദ് വെച്ചത്? എന്താ വെച്ചത്? ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ബുനിയ, ബുനിയ അനാ അന്ന ഹംലൽ മുസ്തറക്കി, മുസ്തറക്കിനെ ചുമത്തൽ. 2 വായന ഉള്ള ഒരു പദം വന്നു കഴിഞ്ഞാൽ 2ൽ നിന്ന് ഓരോന്നിലേക്ക് ചുമത്തൽ. അതാണ് സൂക്ഷ്മത പോലും. മുസ്തറക്കിനെ എങ്ങനെ ചുമത്തണം എന്നുള്ളതിൽ തർക്കമുണ്ട്. ഒന്നിലധികം വായനാക്ക് വെക്കപ്പെട്ട ലഫ്ദ്. അന്ന ഹംലൽ മുസ്തറക്കി അലാ മഅന യൈഹി
അത് എത്തിയാക്കാന്ന് പോലും അതാ എന്നാ എടി കുടുങ്ങാനില്ല പോലും വൈലാവിമാൻ പറയും. അല്ല അങ്ങനെയല്ല, ഉമൂമ് തന്നെയാണ്, ഓരോ അധികാരപ്പെട്ടത് തന്നെയാണ്. സൗജന്യമായിട്ട് ഇങ്ങനെ ചുമത്തുന്നതെന്നല്ല, അധികാരത്തോടെ ചുമത്തുന്നതാണ്. ആമിദി ഇമാമ് പറഞ്ഞത് ആദ്യത്തതനുസരിച്ച് ഫഅലൽ അവ്വലി ലാ യഖഉ ശൈഉൻ. എഹ്തിയാത്താണ് എന്ന ഒന്നാമത്തെ ഖൗല് പിടിക്കുമ്പോൾ ഇവിടെ എന്താവില്ല, എന്തേ ചക്കല്ലേ, ഇതും കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മറിയൂലല്ലോ. എഹ്തിയാത്തിന് വേണ്ടി ഇതും കൂടി വ്യാപിപ്പിച്ചതല്ലേ. എന്താ ബിഖിലാഫിഹി അല സാനി, ആമിദിയുടെ മതമനുസരിച്ച് അധികാരത്തോടെ തന്നെ ഓരോ ഫർദിലേക്കും ഈ മേന മടങ്ങിയിരിക്കുന്നു എന്നാണ്. ലിതനാവുലി ലഫ്ളിഹി ലഹു, ലിതനാവുലി ലഫ്ളിഹി ലഹു, ഓരോന്നിലേക്കും മേന ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി സൗജന്യമല്ലല്ലോ. അപ്പൊ എന്തായി, നേരത്തെ നിങ്ങൾ കാഹിറയും കൂടെ ഉൾപ്പെടുത്തിയത് എഹ്തിയാത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ശക്കിലല്ലേ കിടക്കുന്നു. ഇവിടെയോ ഉമൂമാണ് എന്നുള്ള മതപ്പെടുത്താൽ എന്താവില്ല, രണ്ടിലേക്ക് മടക്കൽ നിർബന്ധാവും. അതിനനുസരിച്ച് വിധിയും വരും. ഫൈൻ ഖാല അറത്തു ബൈനകുന്ന ബഅദഹുന്ന, അവൻ വാദിക്കുന്നു ബൈനകുന്ന എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ മാത്രം, എല്ലാ ഓരോ ഫർദിനെയും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. മൊത്തം തലാഖ് കൊടുത്തിട്ട് നിങ്ങളെല്ലാം എടുത്തോളി എന്ന് പറഞ്ഞു. അവിടെ ബൈനകുന്ന എന്നാ പദം ഉപയോഗിച്ചത്. അപ്പൊ എല്ലാവരെയും ശാമിലാക്കിയിട്ട് ഓഹരി വെക്കട്ടെ. പിന്നെ അവൻ സങ്കടം പറയുന്നത് അറത്തു ബി ബൈനകുന്ന ബഅദഹുന്ന, എന്താണ് ബഅദഹുന്ന, അവരെല്ലാവരെയും അല്ല, മുഅയ്യനായിട്ടോ മുഅയ്യനല്ലാണ്ടോ ഫുലാന 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 ഇവരെല്ലോ മാത്രമാണ് ഞാൻ കരുതിയത്, അല്ലെങ്കിൽ പകുതി ആളെ മാത്രമാണ് ഞാൻ കരുതിയത്. ലം യുഖ്ബൽ ളാഹിറൻ ഫിൽ അസഹി, ലിഅന്നഹു ഖിലാഫു ളാഹിരി ലഫ്ളി, ലഫ്ളിന്റെ ളാഹിറിന് വിരുദ്ധാണ്. ലഫ്ളിന്റെ ളാഹിർ എന്തിനാൽ എല്ലാവരെയും തേടുന്നുണ്ട്. ബൈന കുന്ന എന്ന് പറയുമ്പോൾ എല്ലായിടത്തും രശ്മി അടിച്ചില്ലേ, പിന്നെ ഒരാളെ രണ്ടാളെ പിന്നെ അങ്ങനെ പൈനടിച്ചിട്ടുണ്ടാ. അമ്മാബാത്തിനും പൈതയ്യൻ അണ്ടറിൽ ജനങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ എന്താക്കാം, അങ്ങനെ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് മാത്രം തലാഖ് കൊടുത്താൽ മതി. വഅലൈകുന്ന കദാലിക, വഅലൈകുന്ന കദാലിക, പക്ഷേ ലാകിൻ ജസ്മനാണ്. അവിടെ പിന്നെ ലം യുഖ്ബൽ ളാഹിറൻ ഫിൽ അസഹി ഉണ്ടാവില്ല, ജസ്മനാണ് അവിടെ. ലം യുഖ്ബൽ അലാ മാ ഫീ വലൗ വഖഅ ബൈനഹുന്ന സലാസ, സംഭവിപ്പിച്ചു മൂന്ന് സ്ത്രീകൾക്കിടയിൽ, കുറേ സ്ത്രീകൾക്കിടയിൽ മൂന്ന് തലാഖ് സംഭവിപ്പിച്ചു, മൂന്ന് തലാഖ് പൊട്ടിച്ചു, കുറേ പെണ്ണുങ്ങളിരുത്തിച്ച്. സുമഖാല, പിന്നെ വർഗീയതയെ പറയുന്നു. അറത്തു ഈഖാദിന്ദൈനി അലാ ഹദി, ഒരു പെണ്ണിന് മാത്രം രണ്ടുപോലും. വഖിസ്മത്തൽ ഉഖ്റ അലൽ ബാഖിയാത്തി, പെണ്ണിനെ കുറെ ഇരുത്തിയിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി മൂന്ന് തലാഖ് പോലും. എന്നിട്ട് പറയുന്നത് അറത്തു ഈഖാദിന്ദൈനി അലാ ഹദി, ഒരു പ്രത്യേക പെണ്ണിന് എത്ര തലാഖ്,
ഒന്നിനെ ഓഹരി വെച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോ അംശം ഓരോ കോട്ടി. എന്നാൽ കുബില അതിൽ യാതൊരു മുടക്കില്ല നമുക്ക്. ആദ്യത്തെ ഒരു പെണ്ണിന് രണ്ടാവും, ബാക്കി എല്ലാവർക്കും ഓരോന്നായി. ടോട്ടൽ 3 തലാക്ക് ആകുന്നു. 2 തലാക്ക് എടുത്തിട്ട് ആർക്കിതാക്കാം, കൊടുക്കാം. പിന്നെ ബാക്കി എല്ലാവർക്കും ഒരു പൊടിത്തലാക്കല്ലേ വണ്ടി, അതിന് എന്താക്കിയേക്കല് അതിന് കൊടുക്കും. ഒന്നുമില്ല. ടോട്ടൽ 3 തീരണമെന്നേ ഉള്ളൂ. ഒരു പെണ്ണിനെ തലാക്ക് ചൊല്ലി മറ്റേ പെണ്ണിനോട് പറയുന്ന കണ്ടില്ലേ ഈ പെണ്ണിന് അശ്റക്തു കിമാഹ. ഈ പരസ്യം 14-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഭാവിയിൽ ഒരു അശ്റക്തുക്കും കൂടി വരാനുണ്ട് തലാഖിന്റെ സീലയിൽ. 14-ാം പേജിന്റെ ടോപ്പിലുണ്ട്. ഇതാ അശ്റക്തു കിമാഹ മഅ ഫുലാന എന്നത് 14-ന്റെ മീത്തല്ലതാണ്. अंधी कहिया जहतु की शरीकतहा जहतु की मिसलहा. അവിടെ എല്ലാം തലാഖിനെ കരുതിയാൽ, തലാഖിനെ എന്ന് പറഞ്ഞാൽ മുനജ്ജസായ തലാഖാ കരുതണ്ട്. മുഅല്ലഖല്ല, മുഅല്ലഖ് നടക്കൂല എന്ന് പറയുന്നുണ്ട് അപ്പുറത്തെ പേജിൽ. തലാഖ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് തലാഖാണ്? മുനജ്ജസ എന്നാണ്. അത് 60-ാം പേജിൽ സമർത്ഥിക്കുന്നുണ്ട്. മുനജ്ജസ് മാത്രമേ അംഗീകരിക്കുള്ളൂ. അല്ലല്ല പറയുമ്പം ഇവൾക്ക് തലാഖിൽ പങ്കെടുപ്പിച്ചു എന്നാ കരുതിയത്. എന്നാ തലക്കത്ത് നീ അവളെ പോലെയാണ്, ഓളെ കൂടെ ഞാൻ നിന്നെ നിർത്തി എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും തലാഖ് കൊടുത്തോ ഇല്ല, ഉറപ്പ് കിട്ടോ, കരുത്തുമില്ല. അതുകൊണ്ട് എന്തില്ല, കാരണം കിനായേ ആയിട്ടുള്ളൂ. തലാഖാണെന്ന് ഉറപ്പ് കിട്ടാൻ വഴിയുണ്ടോ? കിനായത്താകുമ്പോ നിയത്ത് വേണ്ടേ? നിയത്തുണ്ടോ? ഒരു ഇതേ പുതിയാപ്പള അല്ലെങ്കിൽ വേറൊരാള് ഇമ്രാത്തന്റെ ഒരു പെണ്ണിനെ, ഇതേ പുതിയാപ്പള ഇവന്റെ പെണ്ണിനെ തലാക്കി, അല്ലെങ്കിൽ വേറൊരു പുതിയാപ്പള ഓന്റെ പെണ്ണിനെ. എത്ര? അത് ചൂണ്ടിയിട്ട് ഇവന്റെ ഭാര്യയോട് പറയും തലാഖിൽ പങ്കെടുപ്പിച്ചു ഒന്നേ ആവുള്ളൂ. അതത് ഉൾപ്പെടെയാണെങ്കിൽ 2, 3 അശ്റക്തു എന്നല്ലേ പറയുന്നത്. ചിർക്കത്താക്കി 2 പേക്കറ്റ് പപ്പാതി പൊളിക്കണ്ടേ? തലാഖിന്റെ അസലിലാണെങ്കിൽ ഒരു തലാഖി പെണ്ണിന് കിട്ടി. ചിന്തിക്കറാത് ഒരു തലക്ക ഹുവ ഔ ഗൈറുഹു ഇംറാത്തൻ സലാസൻ സുമ്മ ഖാല ലിംറാത്തി അശ്റക്തുകി മാഹ. അന്നേരം ഫൈനവ അസ്ലത്തലാഖി വെറും തലാഖിൽ മാത്രം പങ്കെടുപ്പിക്കലേ കൂടാതെ അന്നേരം തൽക്കത്താനിയാണ് ഓരോരുത്തർക്ക്. കാരണം ഈ 3 അല്ലാണ്ട് 6 തരോ, ഈ 3 അല്ലേ രണ്ടാക്കൂ ചിർക്കത്താക്കേണ്ടത്. എന്താവും? എന്നഹു യഖുസ്സുഹാ വാഹിദത്തുൻ വനിസ്ഫുൻ അലൽ മുഅ്തമദി. 1.5 എന്ന് പറഞ്ഞ് 2 ആയി. ഫൈൻ സാദ അവൻ ഏറ്റിയാൽ ബഅദ മഅഹ എന്ന പദത്തിന് പുറമെ ഫീ ഹാദ തലാഖി എന്താക്കി? ഫീ ഹാദ തലാഖി എന്നല്ലോ ലിവാഹിദത്തിൽ ഒരു പെണ്ണിനോട്, 1-ാം പെണ്ണിനോട് പറഞ്ഞ് ഫീ ഹാദ തലാഖി എന്നൊരു പെണ്ണിനോട് പറഞ്ഞു. സുമ്മലി ഉഖ്റ മറ്റേ പെണ്ണിനോടും പറഞ്ഞു. എന്നാലോ
ഒരു പെണ്ണിനെ തലാക്ക് ചൊല്ലിയിരുന്നു. ഫീ ഹാദ തലാഖി എന്ന് പറഞ്ഞിട്ട് ഒന്നാം പെണ്ണിനോട് പറഞ്ഞു ലിവാഹിദത്തിൻ അശ്റഫ്തി മഅഹ ഫീ ഹാദ തലാഖി സുമ്മ ലിയുഖ്റ ഉഖ്റാനെ ചൂണ്ടിയിട്ട് പറഞ്ഞ് ഫീ ഹാദ തലാഖി നേരോ തലക്കത്തി സാനിയത്തു തലക്കത്തി സാനിയത്തു സിന്തൈനി രണ്ട് തലാക്കായി രണ്ടാമത്തെ പെണ്ണിന്. ഇപ്പൊ ആദ്യം തൊട്ട പെണ്ണില്ലേ വാഹിദ എന്ന് പറഞ്ഞ പെണ്ണില്ലേ, ആ പെണ്ണിന് എത്ര ആവും? അതെ, മൂന്ന് തലാഖ് ഒരു പെണ്ണിന് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞ് രണ്ട് പെണ്ണ് വേറെ ഇരിക്കുന്നുണ്ട്, ഇതാ ഇവളൊക്കെ കുടിക്കോന്ന്. ഇവളൊക്കെ ഈ രണ്ടാമത്തെ പെണ്ണ് എന്ന് പറഞ്ഞാൽ വാഹിദാന്ന് നമ്മൾ വിളിച്ച പെണ്ണ്. പണ്ട് തലാഖ് ഒരാൾക്ക് കൊടുത്തത്, അതിന് പുറമേ ഉള്ള രണ്ടാമത്തെ പെണ്ണ് അവളോട് പറഞ്ഞ അവളെ കൂടെ പങ്കാളിയായിക്കോന്ന്. എന്തായി? അപ്പൊ രണ്ടു പെണ്ണെ. മൂന്നാമത്തെ പെണ്ണിനോട് പറഞ്ഞത് ഇവളൊക്കെ കുടിക്കോന്ന. അപ്പൊ എന്താ ഇതൊന്ന് തിരിയാനുണ്ട നേരെ മറിച്ച് ചൂണ്ടുമ്പോ നേരെ അങ്ങേക്ക് ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് രണ്ടായി പോയി. ചൂണ്ടുമ്പോ ശരി ഈ ആദത്തലാഖിൽ വിവാഹിത ചൂണ്ടുമ്പോ ഈ മൂന്ന് തലാഖ് കിട്ടിയ പെണ്ണിലേക്ക് ചൂണ്ടണം, ഇവളൊക്കെ കുടിക്കോന്ന്. പിന്നെ മറ്റേ പെണ്ണിനോട് ചൂണ്ടുമ്പോ ഈ വാഹിദയിലേക്ക് ചൂണ്ടണം, ഇവളൊക്കെ കുടിക്കോ. അപ്പൊ ഇവർക്ക് കിട്ടിയതിൽ നിന്നല്ലേ പകുതി, മുക്കാലല്ലേ ആവൂ. ഇതിലെന്ത് പഠിച്ച തിരിയുന്നില്ലേ? നേരെ മറിച്ച് ഈ ആദ്യത്തെ ആളിലേക്ക് തന്നെയാണ് വിരല് ചൂണ്ടിപ്പോയില്ലെങ്കിൽ കഴിഞ്ഞ തന്നെ ഓക്കും രണ്ട് ഇവക്കും രണ്ട് തന്നെ ഓരോരുത്തർക്കോ അല്ലേ? അതാ ഇതെല്ലാം എവിടെ ഉപകരിക്കുള്ളൂ ഇങ്ങനത്തെ കരുത്ത്. കാരണം തലാഖ് തഞ്ചീസ് തന്നെ ഉള്ളൂ, തരീഖിന്റെ മസാല വേറെയാണ്. ഒരാൾ കെട്ടി തൂക്കി തലാഖ് മുറത്തി തലാഖ് ഇമ്രത്തിഹി ബിദുഖൂലിൻ വീട്ടിക്കിടക്കലിനോട് സംയോഗം എന്നല്ല വീട്ടിക്കിടക്കൽ. സുമ്മ ഖാല ദാലിക യുഖ്റ ഇതേ വാക്കന്നെ എന്താക്കുന്നു ഫലു അല്ലക തലാഖ് ഇമ്രത്തിഹി ബിദുഖൂലിൻ സുമ്മ ഖാല ദാലിക ദാലിക അശ്റഫ്തുക പറഞ്ഞു മറ്റേ പെണ്ണിനോട്. ഒന്നാം പെണ്ണിനോട് തരീഖാക്കി, രണ്ടാം പെണ്ണിനോട് പറഞ്ഞു ഓളപ്പോലെ നിന്നെയാക്കി. ഒന്നാം പെണ്ണിന്റെ തലാഖ് കെട്ടിത്തൂക്കിയില്ലേ, എന്നിട്ട് ഈ ആള് സെറ്റില്ലെങ്കിൽ ചോറെല്ലാം കെട്ടിത്തൂക്കുന്ന കണ്ടിട്ടില്ലേ? പണ്ട് മുതിർച്ചമാർ പോയ ചോറിങ്ങനെ കെട്ടിത്തൂക്കും. പെയ്യ 3:30 മണിയാകുമ്പോൾ കുട്ടികൾ കിട്ടും, ഞാൻ തോന്നുന്നുണ്ടാവും. ഒന്നാം പെണ്ണിന്റെ തലാഖ് വീട്ടിൽ കയറിയ തലാഖായി എന്നാ പറഞ്ഞു. മറ്റേ പെണ്ണിനോട് പറഞ്ഞ് ഈ പെണ്ണിനെ പോലെ നിന്നെയാക്കി. എന്നാ റൂജിയ ഇവനോട് തന്നെ തിരിച്ചു ചോദിക്കപ്പെടണം, എന്താ ഇതിന്റെ മുറാദ്? ഫൈ ഖസദ അന്നൽ ഊല ലാ തത്ലുഖു ഹത്താ തദ്ഖുലൽ ഉഖ്റ. രണ്ടാം പെണ്ണ് വീട്ടിൽ കയറിയാലേ ഒന്നാം പെണ്ണിന് പോലും എന്താവുള്ളൂ, അങ്ങനെ ഉളപ്പോലെ നിന്നെയാക്കിയിരുന്നു. അപ്പൊ രണ്ടാം പെണ്ണ് വഴി കയറിയാലേ എന്താവുള്ളൂ. അങ്ങനെയാ വാദമെങ്കിൽ അനുവദിക്കൂല. അങ്ങനെ ഒരു തരീഖ് ഉണ്ടാ. തരീഖിനെ എടുത്തു മാറ്റിയിട്ട് അങ്ങേക്കിടെ ബഹുലായിട്ടു ഔ തരീഖ തലാഖി സാനിയത്തി ബിദുഖൂലിൽ ഊല. രണ്ടാം പെണ്ണിന്റെ തലാഖിനെ കെട്ടിത്തൂക്കിയാൽ മുറാദ്. ഒന്നാം പെണ്ണിന്റെ ദുഖൂലിൽ ഒന്നാം പെണ്ണ് പൊരയിൽ കയറാത്ത കാലത്തോളം രണ്ടാം പെണ്ണിന് തലാഖില്ല. ഒന്നാം പെണ്ണിന് പൊരയിൽ കയറിയില്ലെങ്കിലേ എന്താവുള്ളൂ. ഔ ബിദുഖൂലിഹാ നഫ്സിഹാ, അല്ലെങ്കിൽ ഔ ബിദുഖൂലിഹാ നഫ്സിഹാ. എന്താ രണ്ടാം പെണ്ണ് കയറല് എന്നാ സഹ നല്ലല്ലേ?
ഇതേ പ്രകാരം തന്നെയാകുന്നു ലൗ ഖാല ആഖറു ദാലിക ലിംറഅതി, ഇവൻ തന്റെ പെണ്ണിനോട് തന്നെ പറഞ്ഞ കഥയാവും. ലൗ ഖാല ആഖറു ദാലിക ലിംറഅതി, ഒരാള് പല വല്ലൊക്കെ തലാഖ് ഇംറഅതി പറഞ്ഞാലോ അവളെ പോലെ നിന്നെ ഞാനാക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ മസല. ഫൈനവ തലഖത്ത് ഫൈന എന്നഹു കിനായ വലൗ ഖാല അന്തി താലിഖുൻ നസ്റാ, ഇതാ 10 തലാഖ് തന്നിരിക്കുന്നു, ഇതാ 10 പിടിച്ചോ എന്നല്ലോ. അഞ്ചെന്തിനീ 10 വേണ്ടി? 5 കൊണ്ട് എന്താകല്? 5 കൊണ്ട് പോ, 5 കൊണ്ട് എന്താകല്? 10 വേണ്ടേ? പക്കാല പെണ്ണ് പറയുന്നത് വേണ്ട വേണ്ട, യക്ഫീനി സലാത്ത്, പോലെ പോലെ ചായ കുടിച്ചിട്ട് പോവാ, 1/2 ഗ്ലാസ് മതി ഉസ്താദ്. അപ്പൊ ചായ കൊണ്ടൊന്നില്ലേ, 3 മതി. ഫഖാലാവൻ പറയുന്നു അൽ ബവാഖി ലിദറതികി, ബാക്കി നിന്റെ കൂടെയുള്ള മറ്റേ ഭാര്യമാർക്ക് കൊടുത്തേക്ക്, എനിക്ക് 3 മതി. എന്നാൽ ലം യഖ അല ദറതി ചെയ്യും, ഇവിടെ ബാക്കി ഉണ്ടാ, 3 ഇവിടെ തന്നെ കുടിച്ചെടുത്തില്ലേ, അപ്പം ബാക്കി ഉണ്ടെങ്കിൽ കൊടുത്തേക്കുന്നല്ലേ, ഉണ്ടാ ലിയന്ന സിയാദത അല സലാസി ലഹുൻ കമാ ഖാലാഹു ഹുന, അവർ രണ്ടാളും പറഞ്ഞതുപോലെ, അവർ രണ്ടാളും അല അവർ രണ്ടാളും ശൈഖാനി റാഫിമ നവീമ കൽപ്പറമ്പിൽ ഞാനും അബ്ദുൽ വാരിസ് സാർ അവർ രണ്ടാളും ഏടുന്ന് വേണമെങ്കിൽ ഇങ്ങിട്ട് വെച്ചു. എന്നാ പരിപാടിയാണ്, അവർ രണ്ടാളും ഉണ്ടാ. പക്ഷെ ഈ നവാബിഹി തലാഖ, ഒരു കുറഞ്ഞ ഒരു ഇത്തിരി തലാഖെങ്കിൽ എല്ലാവർക്കും കിട്ടണം തന്നെയാ മുറാദ്. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം തുടച്ചോട്ട്, ഇല്ലെങ്കിൽ തിരിച്ചു പോയിക്കോട്ടെ എന്നല്ല പോലും. പിന്നെ എന്നാ തലക്കത്ത് തലാഖൻ, എന്താ തലക്കത്ത് തലാഖൻ, എന്താ ആഖിദൻ മിമ്മാ ഖദ്ദംനാഹു ഫിൽ കിനായ, 14-ാം പേജിൽ നിന്ന് പിടിച്ചിട്ട് 14-ാം പേജിൽ അതിന്റെ സമർത്ഥനം കൊടുത്തിട്ടുണ്ട്. അനിയത്തുണ്ട്. ഫർവ് എന്ന് പറഞ്ഞാല് അതിൽ തന്നെ ഉള്ള മസല, നദി പുറത്തേക്ക് നൂല് വലിക്കല്, വായിക്കുന്ന നൂലെല്ലാം വലിക്കുന്ന പോലെ. ഫർവ് എന്ന് പറഞ്ഞാൽ മന്ത്രന്റെ തഹത്തൽ കുല്ലി, വെറുതെ ഫർഗാവോ, അതിന്റെ അകത്തന്നെ ഉണ്ടാവും, അത് വലിച്ചിന് പുറത്തേക്ക് ഇടുന്നത് ഫർവ്. അപ്പൊ നമ്മൾ ഇത്തരം പഠിച്ചതെല്ലാം ഈ മസല വന്ന്, പക്ഷെ പിരിച്ചിട്ടുണ്ടാക്കിയത് ഫർവ്. എന്താ പറഞ്ഞത്? ഫർവ് 4 പെണ്ണിരുന്ന് സഫായിട്ട് വെറ്റുവരിയായിട്ട് താലിക്കുന്ന, ഏറ്റവും നടുക്കുള്ള പെണ്ണ് തലാഖ്. വഖഅ എന്ന തലാഖ് സംഭവിക്കും 2-ാം പെണ്ണിനും 3-ാം പെണ്ണിനും, ആ രണ്ടാളൊരാൾക്ക് നടു കണ്ടുപിടിക്കാൻ കഴിയില്ല. 5 ഒറ്റ വന്നെങ്കിലല്ലേ നടു കിട്ടും, കൃത്യം നടു കിട്ടൂടെ. അപ്പൊ ഒന്നിക്ക് 2-ാം പെണ്ണ് അല്ലെ 3-ാം പെണ്ണ്, 1-ാം പെണ്ണിനും 4-ാം പെണ്ണിനും തട്ടില്ല, 2-നും ആകാം കുറ്റിയില്ലേ മുടങ്ങോ. 2-ാം പെണ്ണിനോ 3-ാം പെണ്ണിനോ 2-ാൽ 1 പെണ്ണിനോ എന്തുണ്ട്? അപ്പൊ ഈ വൈകിന് മനസ്സാമിനുമാണ് ആർക്കാ തലാഖാവേണ്ടതെന്ന് പറഞ്ഞ ആൾക്കാർ. മധ്യത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരാള് എന്നാ മുറാദ്, 2 എന്നല്ല. ഇത് 2-ൽപ്പെട്ട ഓരോരുത്തർക്കും സായിബത്തുണ്ട് മദ്യത്തോട്. അതുകൊണ്ട് ഒരു മുക്കാത്തമിന് 4 ഗഡുണ്ട്. ഫഖാല സയ്യിദുഹു,
യജമാനൻ പറഞ്ഞു മദ്യത്തിലുള്ള ഗഡു അഫ്വാക്കി കൊടുക്ക്, അത് വാങ്ങണ്ട. എന്നാൽ അല അന്നൽ വാരിസ യതഖയ്യറു ബൈന സാനി വസാലിസി. ഏതാ മാപ്പാക്കേണ്ടത്? രണ്ടോ? ഫസഅമു അന്നൽ മുസ്താ മയ്യസ്തവി ജാനിബാഹാ. അതുകൊണ്ട് ഫലാ മുസ്താഹുന, അതുകൊണ്ട് ഇവിടെ ആർക്കും തലാഖില്ല, മുസ്ത മുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വാദിക്കുന്നുണ്ട്. ഈ ഇരട്ടയായ നമ്പറിൽ എന്തില്ല? സഫ് കെട്ടുമോ കഴിയുന്നില്ലല്ലോ. അത് ഇമാമിനെ മധ്യത്തിലാക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് 4 ആളുണ്ട് പോലും. ഇങ്ങനെ മധ്യത്തിലാക്കണ്ടേ? മധ്യത്തിലാക്കാൻ കഴിയുന്ന ഒരാളെ കാലും മറ്റേ ആളെ കാലും ഒപ്പാതി എടുക്കേണ്ടി വരും. കൃത്യമായ മുസ്ത ഉണ്ടാവും. അതുകൊണ്ട് ഈ മസലയിൽ എന്തില്ല എന്നത് മംനൂഉൻ. അത് ഒറിജിനൽ മുസ്ത വെക്കുമ്പോൾ ഇവിടെ ഉർഫ പരിഗണിക്കുന്നത്. അപ്പൊ മുസ്ത ഹഖീഖിയായ മുസ്തയും ആകാം, ഹഖീഖിയായ മുസ്തയോട് ഖരീബായത്. അപ്പൊ ഒന്നിക്കൽ 2 തന്നെ മൂന്നാമത്തെ അല്ലേ? ഖാലൽ ഖാദി ഹുസൈൻ പറയുന്നു, ഫൈൻ ഖാല മൻ കാന മിൻകുന്നൽ മുസ്താ ഫഹിയ താലിഖുൻ. നിങ്ങളിൽ നിന്ന് ആരാണോ മുസ്തയാവുന്നത്, നേരത്തെ പോലെയല്ല, മൻ കാന മിൻകുന്നൽ മുസ്താ, മുസ്താന്നുള്ള സ്വഭാവം ആർക്ക് കിട്ടിയോ അവർക്ക് തലാഖുണ്ട് എന്നാണ്. സാക്ഷാൽ മുസ്താന്നല്ല. പിന്നെ അപ്പം മഞ്ഞ തൈമീമാക്കും എന്താവും? 2 3 പൊടി ഇല്ലേ? പൊടും എന്താ മുണ്ടിപ്പോണ്ട വഫീഖ് വഖഫത്ത് രണ്ടാക്കതലാക്ക എന്ന ഖൗലഹു മൻ വൈ ശമിലത്ത് ഹുമാ ലാകിൻ ഖൗലഹു ഫഹിയ എന്നല്ലേ? യഖ്തദി തൗഹീദ. അതുകൊണ്ട് ഫൽതകുൻ കല്ലൂല അതൈനാക്കണം. വലഅലമ ഖാലഹു മുബിനൻ അൽ-ളഈഫ ഫിലൂല അന്നഹു യഖവ അലൈഹിമാ. ഇവിടെ രണ്ടാക്കുമായി എന്ന് പറയാൻ കാരണം ഖാദി ഹുസൈൻ പണ്ട് തന്നെ കഴിഞ്ഞ മസലയില്ലേ യതഖയ്യറു എന്ന് പറഞ്ഞേ, അവിടെ അവർ പറഞ്ഞിട്ടുണ്ടാക്കണം എന്ത്? ലൈഫായ കൗലി എന്ത് രണ്ടാക്കും? ഹൽക്ക കെട്ടിയിരുന്ന് കിണർ പോലെ ഇങ്ങനെ വട്ടം. ഹൽക്കന്റെ ശരിയായ സ്വഭാവം കാണിക്കല് ഈ ചക്കളിക്കാണ്. പൊട്ടിക്കുന്ന ചക്കളിയില്ലേ കിട്ടുന്നതായോ? ഈ സാധാരണ ഉണ്ടല്ല, നിങ്ങളെ ഗോളശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ചക്കളിയാവുണ്ട് അടുത്ത് അരിച്ചക്കളിയില്ലേ, അതിന് ശരിയായ ദായറ കിട്ടും. അതുപോലെ ദിക്ർ ആൾക്കൊക്കെ എല്ലാവരും നേർക്കിരിക്കുന്നില്ലെങ്കിൽ ചക്കളി കാണിക്കല. ഇതേപോലെ ചക്കളി എന്ന് പറയുന്നത് മുറുക്കൂടെ ഇത് ഗോളശാസ്ത്രത്തിന് തിരിയുന്നില്ലെങ്കിൽ 1-ാം ദായറ 2-ാം ദായറ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കോ? അപ്പൊ ഇത് കൊണ്ടാന്നാ മതി. ചുവന്ന കളറ് വെള്ള കളറെല്ലാം ഉണ്ട് പൊട്ടിക്കുന്നു. ഇതൊന്നും ദായറ ഉണ്ടില്ലേ? ദായറ വലുതായില്ലേ? തവാഫയും ഇത് കൊണ്ടെടുത്തിട്ടുണ്ട്. അത് നോക്ക് വട്ടത്തിലിരുന്നിട്ടോ എത്തിമാലാലും ഖാദി ഹുസൈൻ 2 കൗലുണ്ട്. ഒന്നും ആവില്ല. യഖവലാവാഹിദ ഇതേ ആവൂല എന്ന് പറയുന്നു. എൻ്റെ ഏതോ ഒരു പെണ്ണിനായി പോലും അത് ഏതാണെന്ന് അവൻ തന്നെ പറയട്ടു പോലും. കാരണം ഏത് പെണ്ണിനെ തൊട്ടാലും സെന്റർ കിട്ടും. ഇതാണ് ഏത് തൊട്ടാലും ഏത് മദ്യത്തിന്റെ വൃത്താകൃതിയിലുള്ള അതെ നേരത്തെ പറഞ്ഞില്ലേ 60-ാം പേജിൽ അന്നൽ മുസ്ത ലാത്തനാവലും ഇല്ലാവാഹിക. അതുകൊണ്ടാണ് വയ്യുന്നുള്ളതും തെളിവ്. ഇത്
ലക്കിന്നഹാ ഹുനാ മുബഹമത്ത് ഫിൽ കുല്ലി. ഏത് പോയിന്റിലും ആകാം. നേരത്തെ പോലെ 2 3 ഒന്നുമില്ല. ഏത് പോയിന്റിലും എന്താകാം. ഇത് കുല്ലും മിൻഹുന്ന തുസമ്മ മുസ്ത ഫൽയുഅയ്യിൻ വാഹിദത്തൻ മിൻഹുന്ന. ശരിയല്ലേ? ഖാല ഖാദി ഹുസൈൻ പറയുന്നു ഫൈൻ ഖാല. ഇനി അതിന്റെ മറ്റേ മോഡൽ മന്നിട്ടിട്ട് മൻകാന മിൻകുന്നൽ മുസ്ത ഫഹിയ താലികുന്ന. എന്താ? നിങ്ങളിൽ നിന്ന് ആരാണോ മുസ്ത എന്ന പദത്തിന് അർഹതപ്പെട്ടത് മറ്റ് താവീനെ തൊടും. എന്താവും? നാലാക്കും തലാക്ക് ഏറ്റമലാക്കിയൊക്കെ അലൽ കുല്ലി എന്താ നാലാക്കും തലാക്കായി പുറത്തോട്ടൊരു വിശ്വാസം കഴിഞ്ഞിട്ടില്ലേ? അതെ അതെ അല്ലേ? വലിയക്കും കല്ലൂല എന്നാകല്ലേ കൊണ്ട് സൗഹീദിനത്തോടും. അപ്പോൾ ഒരു പെണ്ണിനെ ആവുള്ളൂ, നിശ്ചയിക്കാൻ വേണ്ടി കണക്കായി. ഇന്നവാന്ന് എഴുതി കൊടുക്കണം. ഇബിന് കാസിം 61 പേജത്തെ ചിന്തയിനി ഇതിൻ്റെ അപ്പുറം ചിന്തയിനി 1 പേജ് ചിന്തയിനി മുഹമ്മദ് റംലീൻ്റെ കവി അല്ല ഇന്നവാന്ന് കൂട്ടണം. ഇതും കൂടെ ഉണ്ട്. ഇന്നവാന്നുള്ളതുണ്ട്. ഇന്നവാൻ ചിന്തയിനി അപ്പുറം ചിന്തയി ഇന്നവയാണ്. ഗതിയൊക്കെ മാത്രം മതി. ഇപ്പുറം ചിന്തയിനില്ലേ?